ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് TDA7293 എന്ന് പറയുന്ന ഒരു IC ഉപയോഗിച്ചിട്ടുള്ള ക്ലാസ് AB ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഡ് റേഞ്ച് ഓഫ് വോൾട്ടേജ് കൊടുത്ത് നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ടുള്ളത്. കൂടാതെ തന്നെ 7294 എന്ന് പറഞ്ഞ IC നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 100+100 വാട്ട്സ് നമുക്ക് കിട്ടുന്ന ഒരു ആംപ്ലിഫയറിൻ്റെ IC ആണ് TDA7294. അതുപോലെ തന്നെയാണ് 100+100 വാട്ട്സ് നമുക്ക് കിട്ടുന്ന ഒരു ICക്ക് 100 വാട്ട്സ് കിട്ടുന്ന ആംപ്ലിഫയർ IC ആണ് 7293. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതാണ് സാധനം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ICയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ഇതിനകത്ത് DC 50-0-50 മാക്സിമം കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതായത് 100 വോൾട്ട് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു ആംപ്ലിഫയർ IC ആണ് ഈ ഒരു IC. സ്റ്റേബിളായിട്ട് നമുക്ക് കുറച്ച് സേഫായിട്ട് വർക്ക് ചെയ്യുന്നത് 40-0-40 മാക്സിമം നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റുന്ന വോൾട്ട് എന്ന് പറയുമ്പോൾ 50-0-50 ± DC ആണ് നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റുന്ന ഡ്യുവൽ സപ്ലൈ ആണ് കൊടുക്കാനായിട്ടുള്ളത്. കൂടാതെ തന്നെ ഇതിനകത്ത് 8 ohms അങ്ങനെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് 40-0-40 DC കൊടുക്കുന്ന സമയത്ത് നമുക്ക് 8 ohms സ്പീക്കർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്ന വാട്ട്സ് ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 വാട്ട്സ് മാക്സിമം നമുക്ക് ഇതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ST മൈക്രോ കൺട്രോൾസ് എന്ന് പറയുന്ന കമ്പനിയുടെ, അതായത് STയുടെ മാക്കിങ്ങിൽ വരുന്ന ഒരു IC ആണ് ഈ ഒരു TDA7293. TDA7294 ST തന്നെയാണ് നിർമ്മിക്കുന്നത്. കൂടാതെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോർഡ് AB ഇലക്ട്രോണിക്സ് നിർമ്മിച്ചിട്ടുള്ള ഹൈടെക് അല്ലെങ്കിൽ AB ഇലക്ട്രോണിക്സ് നിർമ്മിച്ചിട്ടുള്ള ഒരു ബോർഡാണ്. കൂടാതെ തന്നെ നല്ല അടിപൊളി PCBയിലാണ് അവർ ചെയ്തിട്ടുള്ളത്. ഗ്ലാസ് എപ്പോക്സി PCBയിൽ ഇത് ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാ ബോർഡും തന്നെ നല്ല ക്വാളിറ്റിയുള്ള ബോർഡാണ്. ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അവരുടെ പ്രോഡക്റ്റ് കുറച്ച് വില കൂടുതലാണ്. ശരിയാണ്, അവരുടെ പ്രോഡക്റ്റുകൾ വില കൂടുതൽ തന്നെയാണ്. അതിനുള്ള കാരണം ക്വാളിറ്റിയാണ്. അതിൽ ഉപയോഗിച്ചിട്ടുള്ള കമ്പോണൻസ്, അവരുടെ സർക്യൂട്ടിൻ്റെ ക്വാളിറ്റി, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കമ്പോണൻസിൻ്റെ ക്വാളിറ്റി, അത് വാങ്ങി ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. നല്ല ക്വാളിറ്റിയുള്ള ഒരു സ്പീക്കറൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അവരുടെ ബോർഡിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാം. കൂടാതെ തന്നെ പ്രത്യേകിച്ച് ഈ ഒരു ബോർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ TDA7294 പോലെ തന്നെയാണ് അസാധ്യ ഓഡിയോ ക്വാളിറ്റിയാണ്. അതായത് ഹൈഫൈ സ്പീക്കർ സിസ്റ്റംസ്, 3-way സ്പീക്കർ സിസ്റ്റംസ് ഒക്കെ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ 2-way ബുക്ക് ഷെൽഫ് സ്പീക്കേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് നല്ല ക്വാളിറ്റിയുള്ള ഒരു ആംപ്ലിഫയർ ചെയ്യാൻ പറ്റുന്ന ഒരു ആംപ്ലിഫയർ തന്നെയാണ് ഈ ഒരു TDA7293 എന്ന് പറയുന്ന ആംപ്ലിഫയർ. അതുകൂടാതെ ഈ ആംപ്ലിഫയറിൻ്റെ മറ്റ് പ്രത്യേകതകളെന്ന് വെച്ചാൽ ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ, ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ. അതുകൂടാതെ തന്നെ ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ആംപ്ലിഫയർ നിർമ്മിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന എങ്ങനെ സ്വിച്ച് ഇടുന്ന സമയത്തും സ്വിച്ച് ഓഫ് ആക്കുന്ന സമയത്തും ടപ്പ് എന്നൊരു സൗണ്ട് കേൾക്കുന്നതായിട്ട് നമുക്ക് എല്ലാവരും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചില ആൾക്കാർക്ക് അത് ഇഷ്ടമല്ല, ചില ആൾക്കാർക്ക് അത് വളരെ ഇഷ്ടമാണ് ഇങ്ങനത്തെ സൗണ്ട് കേൾക്കുന്നത്. കാരണം പഴയ വിൻറ്റേജ് ആംബിലൊക്കെ കപ്പാസിറ്റർ കപ്പിൾഡായിട്ടൊക്കെ വരുന്ന ആംപ്ലിഫയറിലൊക്കെ നമുക്ക് ഇതുപോലത്തെ ടപ്പെന്ന ഒരു സൗണ്ട് കേൾക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ചില ട്രാൻസിസ്റ്റർ ആംബിലൊക്കെ നമുക്ക് കേൾക്കാൻ, മോസ്ഫെറ്റ് ആംബിലൊക്കെ നമുക്ക് ചിലപ്പം കേൾക്കാൻ സാധിക്കും. മോസ്ഫെറ്റിൽ വളരെ കുറച്ച് കണ്ടിട്ടുള്ളൂ, ട്രാൻസിസ്റ്റർ ആംബിൽ എന്തായാലും നമുക്കത് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിച്ച് ഓണും ഓഫും ആകുന്ന സൗണ്ട് സ്പീക്കർ വഴി നമുക്ക് കേൾക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ടുള്ള ഈ ICക്ക് പറയാവുന്ന പ്രത്യേകത. കൂടാതെ തന്നെ വളരെ ഹൈ എൻഡായിട്ടുള്ള പഴയ TVകളുണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടിക്കൊണ്ടിരുന്ന പഴയ CRT TVകളിൽ, ഹൈ എൻഡ് TVകളിൽ ഈ IC സുലഭമായിട്ട് ഉപയോഗിച്ച് വന്നിട്ടുണ്ടായിരുന്നു. സാംസങ്, LG പോലുള്ള കമ്പനികളുടെ TVകളിൽ, സോണി പോലുള്ള കമ്പനിയുടെ TVകളിൽ ഇതുപോലത്തെ IC യൂസ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. കുറച്ച് വില കൂടിയ TVകളിലാണ്, അതായത് ഒരു സ്റ്റാൻഡ് പോലെ വരുന്നൊരു TV ഉണ്ടായിരുന്നു, താഴെ മുകളിലോട്ട് വരുന്നൊരു TV. ആ TVയിലൊക്കെ, സബ് വൂഫറൊക്കെ വരുന്ന TVയിലൊക്കെ ഇതുപോലത്തെ IC അവർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ആക്റ്റീവ് സ്പീക്കേഴ്സ്, അതുപോലെയുള്ള പല ബ്രാൻഡിൻ്റെ ആക്റ്റീവ് സ്പീക്കേഴ്സിലൊക്കെ ഈ IC യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. TDA7294 കൂടാതെ തന്നെ TDA7293 യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു.
കൂടാതെ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഏകദേശം വിലയെന്ന് പറയുമ്പോൾ ഒരു 800 രൂപയ്ക്ക് അകത്തൊക്കെ ഉള്ളൊരു വിലയാണ് വരുന്നത്. 750 ടു 800-നകത്തുള്ളൊരു വിലയാണ് നിങ്ങൾക്ക് വരുന്നത്. വിത്തൗട്ട് ഹീറ്റ് സിങ്ക് ആണ് എൻ്റെ വില, വിത്ത് ഹീറ്റ് സിങ്ക് അല്ല. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിനകത്ത് നല്ല ഒരു ഹീറ്റ് സിങ്ക് നമ്മൾ യൂസ് ചെയ്യണം. അതിപ്പോൾ ഒരു IC ആയാലും 2 IC ആയാലും നല്ല വലിപ്പമുള്ള നല്ല ഹീറ്റ് സിങ്ക് ഇതിനകത്ത് യൂസ് ചെയ്യണം എന്നുള്ളതാണ് കാര്യം. ഈ ഒരു IC 7294-ഉം 7293-യും വളരെ നല്ല രീതിയിൽ ഹീറ്റ് ആവുന്ന ICകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ICയിൽ നമ്മൾ നല്ല ഹീറ്റ് സിങ്ക് യൂസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ബോർഡ് എന്ന് പറയുമ്പോൾ 2 പാർട്ടായിട്ട് വേണമെങ്കിൽ എടുക്കാം. കട്ട് ചെയ്ത് എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ ഇതിൻ്റെ PCB ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ 2 ഹീറ്റ് സിങ്ക് ഒക്കെ വെച്ച് നല്ല രീതിയിലൊരു ഹൈഫൈ ആംപ്ലിഫയർ നിർമ്മിക്കാൻ പറ്റും. കാര്യം നല്ലൊരു ഡിസൈനൊക്കെ ചെയ്യാൻ കഴിവുള്ള ആൾക്കാർക്ക്, ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് 2 ഹീറ്റ് സിങ്കൊക്കെ 2 സൈഡൊക്കെ വെച്ച് ഒരു സ്റ്റീരിയോ ആമ്പ് നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഒരു ബ്രാൻഡഡ് ആംപ്ലിഫയർ എങ്ങനെയാണ് ക്യാബിനറ്റൊക്കെ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത്, കൂടാതെ തന്നെ അതിൻ്റെ ക്യാബിനറ്റൊക്കെ നിർമ്മിച്ച് 2 ഹീറ്റ് സിങ്കൊക്കെ 2 സൈഡ് വെച്ച് നിങ്ങൾക്കൊരു ആംപ്ലിഫയറൊക്കെ ഉണ്ടാക്കാൻ കഴിവുള്ള ആൾക്കാർക്ക് ഒരു ഹൈഫൈ സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റിയൊരു IC തന്നെയാണ് ഈ ഒരു ICയും 7293-യും 7294-ഉം 2 ICകളും. പിന്നെ എല്ലാം 38, 86 ഇതൊക്കെ ഹൈഫൈ ICകളാണ്. ഇതിൻ്റെയൊക്കെ ഓഡിയോ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസിസ്റ്ററിനെയും കാട്ടിയും കുറച്ചും കൂടെയൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള സൗണ്ടാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഇതുപോലത്തെ IC കേട്ടിട്ടുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടൊരു ആവശ്യം വരുന്നില്ല. കാരണം ട്രാൻസിസ്റ്ററിൻ്റെയും ഈ ICയുടെയും സൗണ്ടുകൾ തമ്മിൽ ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട് നമുക്ക്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു ICയിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല ഹീറ്റ് സിങ്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇത് വർക്ക് ചെയ്യും, കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാതെ തന്നെ വർക്ക് ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഓൾട്ട് കൂടുതൽ കൊടുക്കുമ്പോൾ 40-0-40 അല്ലെങ്കിൽ 50-0-50 ഇതിൽ മാക്സിമം കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നത് പരിധി എത്രയാണ്. അങ്ങനെ പരിധിയിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ 8 ohms സ്പീക്കർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, നിങ്ങൾ സേഫായിട്ട് ഒരു 30-0-30 അല്ലെങ്കിൽ 35-0-30 35-0-35 40-0-40 നമുക്കിവിടെ കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് മസ്റ്റായിട്ടും 8 ohms യൂസ് ചെയ്യുക. ഇനി അതല്ല നിങ്ങൾക്ക് 4 ohmsലാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 30-0-30 അല്ലെങ്കിൽ 28-0-28 നിങ്ങൾക്ക് DC ആണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ AC വരുമ്പോൾ 27-0-27 30-0-30 AC അല്ലെങ്കിൽ 35-0-35 വരെ. ഓക്കെ, അതിൽ കൂടുതലായിട്ട് നിങ്ങൾ പോകേണ്ട കാര്യം, നിങ്ങൾ 30-0-30 യൂസ് ചെയ്താൽ മതി. 8 ohmsൽ യൂസ് ചെയ്യുമ്പോൾ AC സപ്ലൈ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യേണ്ടത്. ഇനി അതല്ല നിങ്ങൾ 4 ohmsലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു 25-0-25 26-0-26 27-0-27 നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 4 ohmsൽ നല്ല രീതിയിൽ ഹീറ്റ് ആവും. നല്ല ഹീറ്റ് സിങ്ക് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു കണക്ഷൻ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നതാണ്. പോസിറ്റീവ് നെഗറ്റീവ് ഗ്രൗണ്ട് ഇവിടെയാണ് കൊടുക്കാനായിട്ടുള്ളത്. അത് 2 ബോർഡിലും 2ആയിട്ട് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് ഗ്രൗണ്ട് ഇവിടെയാണ് കൊടുക്കാനായിട്ടുള്ളത്. സ്പീക്കറിൻ്റെ ഔട്ട്പുട്ട് ഈ ഭാഗത്താണ്, പോസിറ്റീവ് നെഗറ്റീവും ഈ ഭാഗത്താണ് വരുന്നത്. അതുകൂടാതെ തന്നെ ഓഡിയോ സിഗ്നൽ ഇൻപുട്ട് കൊടുക്കേണ്ടത് ഈ ഒരു ഭാഗത്താണ്. ഓഡിയോ ഇൻപുട്ട് കൊടുക്കേണ്ടത് പോസിറ്റീവ് നെഗറ്റീവും മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ ഇവിടെ കൊടുക്കാവുന്നതാണ്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ കണക്ഷൻസും ഫ്രണ്ടിൽ തന്നെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ചില ബോർഡുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സപ്ലൈ ഇവിടെ ആണെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് വേറെ സൈഡിലായിരിക്കും, പിന്നെ സ്പീക്കറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ വേറെ സൈഡിൽ നിന്ന് എടുക്കണം. അത് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് കണക്ഷൻ എടുക്കാനും വളരെ എളുപ്പത്തിൽ അവർ അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്രയും തന്നെയാണ് ഈ ബോർഡിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. കൂടുതലായിട്ടൊന്നും പറയാനില്ല. വളരെ നല്ല ഓഡിയോ ക്വാളിറ്റിയുള്ള ഒരു IC തന്നെയാണ് ഈ ഒരു STയുടെ TDA 7293. ഇത് ഒറിജിനൽ IC ആണ്. ഞാൻ പ്രത്യേകം എടുത്ത് പറയാണ്, AB ഇലക്ട്രോണിക്സിൽ ഈ 2 ICകളും 7294-ഉം 7293-യും ഒറിജിനൽ IC ആണ് അവർ ഉപയോഗിക്കുന്നത്. അത് പ്രത്യേകം എടുത്ത് പറയാനും പുള്ളിക്കാരൻ സച്ചിൻ ചേട്ടനാണ് എൻ്റെ കടയുടെ ഓണർ. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ് ഒറിജിനൽ IC ആണ് അവർ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ക്ലോസ് ഷോട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിക്കാം. ഓക്കെ, ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഫോക്കസ് പിടിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് IC, ഒറിജിനൽ IC ആണ് അവർ യൂസ് ചെയ്യുന്നത്. പ്രത്യേകം വീഡിയോയിൽ പറയണം എന്നുള്ളതും പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നു. STയുടെ തന്നെ ഒറിജിനൽ IC അവർ ഡയറക്റ്റ് STയുടെ കമ്പനിയിൽ നിന്ന് തന്നെ ബൾക്കായിട്ട് വരുത്തിയിട്ട് ആണ് ഈ ഒരു ബോർഡ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. 7294-ഉം 7293-യും ICക്ക് അത്യാവശ്യം നല്ല വിലയുള്ള IC ആണ് ഈ 2 ICകളും. 7294-ഉം
7293യും എല്ലാം 3886 ഹൈഫൈ IC ആണ്. അതിനും ഭയങ്കര വിലയാണ്. ഒറിജിനൽ ICക്ക് ഏകദേശം 1400 1500 രൂപയോളം ആ ICക്ക് വില വരുന്നുണ്ട്. ഈ ICക്ക് ഒറിജിനലിന് 300 350 രൂപയോളം ഇതിനും ഏകദേശം വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ബോർഡ് ആവശ്യമാണ്, വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും, കമൻറ്റ് ബോക്സിനകത്ത് നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ അവരെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക, വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. പ്രോഡക്റ്റ് നിങ്ങളുടെ കേരളത്തിലോ ഇന്ത്യയിലോ എവിടെ ആണെങ്കിലും നിങ്ങൾക്ക് അവർ കൊറിയറായിട്ട് അയച്ചു തരും. എക്സ്ട്രാ ചാർജ് കൊറിയറിന് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.